കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 1ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിനേഷൻ ഇൻ്റഗ്രേഷൻ ഡേ നോക്കിയാലോ. ആക്ടിവിറ്റി 6 ആണ്, ലെറ്റ്സ് മേക്ക് ഗ്രൂപ്പ്. അപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. എന്താണെന്ന് നോക്കാലേ. ഫ്ലവേഴ്സും റിബണും ബലൂണൊക്കെ ഉപയോഗിച്ച് കൂട്ടുകാരെ ക്ലാസ് റൂം ഡെക്കറേറ്റ് ചെയ്യാണ്. അപ്പം നമ്മുടെ ഋതികയുടെ കയ്യിൽ ഫ്ലവേഴ്സ് 20 എണ്ണമാണ് ഉള്ളത്. അതുപോലെ തന്നെ മീനുകുട്ടിയുടെ കയ്യിൽ റിബൺ 20 എണ്ണം, രാജയുടെ കയ്യിൽ ബലൂൺ 20 എണ്ണം. ഇപ്പുറത്തേക്ക് നോക്കൂ, എന്താണ് 2 സർക്കിൾ കാണാനുണ്ടോ? അവിടെ നമ്മൾ എഴുതണം. എങ്ങനെ? ഈ ഫ്ലവേഴ്സ് 20 ഫ്ലവേഴ്സ്, രതികയുടെ കയ്യിലുള്ള 20 ഫ്ലവേഴ്സിനെ 2 ഗ്രൂപ്പുകളാക്കണം. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള 2 ഗ്രൂപ്പുകളായിട്ട് നമുക്കിതിനെ എഴുതാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും രണ്ടും കൂടെ ആഡ് ചെയ്യും, എത്ര കിട്ടണം? 20 കിട്ടണം. അപ്പം നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക? 20നെ 2 ഗ്രൂപ്പുകളാക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? 10 + 10 20 അല്ലേ? അപ്പം നമുക്ക് 2 ഗ്രൂപ്പുകളായിട്ട് രതികയുടെ ഫ്ലവേഴ്സിനെ 2 ഗ്രൂപ്പുകളാക്കിയിട്ടിടാം. എങ്ങനെ? 10 + 10. അപ്പോൾ ഒരു സർക്കിളിൽ 10ഉം മറ്റേ സർക്കിളിൽ 10ഉം എഴുതാം. ഓക്കെ. ഇനി നമുക്ക് റിബൺ ഉണ്ട്, മീനുകുട്ടിയുടെ കയ്യിൽ റിബൺ ഉണ്ട്. ആ റിബൺ 2 ഗ്രൂപ്പുകളാക്കുമ്പോൾ എങ്ങനെ ആക്കാം? 20 റിബൺ നമ്മൾ എങ്ങനെ 2 ഗ്രൂപ്പുകളാക്കും? എങ്ങനെ 2 ഗ്രൂപ്പുകളാക്കും? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളത് എഴുതാട്ടാ. 20നെ നമുക്ക് 2 ഗ്രൂപ്പുകളാക്കണം. അപ്പോൾ 20യുടെ താഴെയുള്ള ഒരു സംഖ്യ എഴുതാം. താഴെ വരുന്ന ഒരു സംഖ്യ ഏതാ? ഇപ്പം നമുക്കൊരു 15 എന്ന് എഴുതാം. 20ക്ക് താഴെയാണ് 15. ഇനി അടുത്ത സർക്കിളിൽ എത്ര എഴുതണം? 15നോട് കൂടി എത്ര കൂട്ടിയാലാണ് നമുക്ക് 20 കിട്ടുക? 15 മനസ്സിൽ വെക്കുക. ഇനി എത്ര കൂട്ടണം 20 ആവാൻ? എണ്ണി നോക്കുക. 20 വരെ നമുക്കൊന്ന് എണ്ണി നോക്കാം. 15 കഴിഞ്ഞാൽ 16, 17, 18, 19, 20. എത്ര കിട്ടി? കയ്യിൽ എത്ര കിട്ടി? 5 കിട്ടി. അപ്പം നമുക്ക് അടുത്ത സർക്കിളിൽ എന്ത് എഴുതാം? 5 എന്ന് എഴുതാം. 15 + 5 = എത്രയാ? 20 ആണ്. അപ്പോൾ മനസ്സിലായോ? 20ക്ക് താഴെയുള്ളൊരു സംഖ്യ എടുത്തു, അത് 15 ആയിട്ടാണ് നമ്മൾ എടുത്തത്. ഇനി എത്ര വേണം 20 ആവാൻ? അപ്പോൾ ഈ 15 നമ്മൾ മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? 20 വരെ നമ്മൾ എണ്ണണം. 15 കഴിഞ്ഞാൽ 16, 17, 18, 19, 20. നിങ്ങൾ കയ്യിൽ എണ്ണിയപ്പോൾ 20 ആകുമ്പോൾ എത്ര വിരലെടുത്തു? 5 വിരലെടുത്തു. അപ്പം നമുക്ക് അടുത്ത സർക്കിളിൽ 5 എന്ന് എഴുതാം. ഇനി അടുത്തത് രാജിയുടെ കയ്യിലെ ബലൂൺ 20 എണ്ണമാണ്. അതിന് നമുക്ക് 2 ഗ്രൂപ്പുകളാക്കണം. അപ്പോൾ വളരെ എളുപ്പത്തിന് 20ക്ക് താഴെയുള്ള സംഖ്യകൾ എടുക്കുമ്പോൾ 20യോട് അടുത്തുള്ള സംഖ്യകൾ എടുക്കുമ്പോൾ നമുക്ക് കൈകളിലെ എണ്ണാൻ ഇത്തിരി കൂടി സുഖമായിരിക്കും. 20യുടെ അടുത്ത് കിടക്കുന്ന 20യുടെ താഴെയുള്ള ഒരു സംഖ്യ. ഇപ്പോൾ നമുക്കൊരു 17 എടുക്കാം. അപ്പോൾ ആദ്യത്തെ സർക്കിളിൽ എന്ത് ചെയ്യണം? നമ്മൾ 17 എന്ന് എഴുതണം. 20ക്ക് താഴെ ആയിട്ടുള്ള ഒരു സംഖ്യ 17 എന്ന് എഴുതി. ഇനി എത്ര വേണം? 20 ആവാൻ ഇനി എത്ര വേണം? 17 നമ്മൾ മനസ്സിൽ വെക്കുകയാണ്. 17 മനസ്സിൽ വെച്ചിട്ട് കയ്യിൽ 20 വരെ എണ്ണാൻ പോവാണ്. 70 കഴിഞ്ഞാൽ 18, 19, 20. എത്ര എടുത്തു? 3. കയ്യിൽ എത്ര വിരൽ വന്നു? 3. അപ്പോൾ നമ്മൾ അടുത്ത സർക്കിളിൽ 3 എന്ന് എഴുതി. അപ്പോൾ 70 + 3 എത്രയാ? 20 ആണ്. ഓക്കെ കൂട്ടുകാർ, ഇങ്ങനെ നമുക്ക് 2 ഗ്രൂപ്പുകളായിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടിയാൽ മതി. അങ്ങനെ ഇഷ്ടമുള്ള 2 ഗ്രൂപ്പുകളായിട്ട് എഴുതാനാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് പ്രവർത്തനം 7 നോക്കാം. എന്തെല്ലാം പറഞ്ഞിരിക്കാം? അവിടെ നോക്കൂ, ഒരു അമ്മൂമ്മയുണ്ട്, 2 കുട്ടികളുണ്ട് അല്ലേ? അപ്പോൾ ഇവർ എന്താണ് സംസാരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ഘൃതിക പിന്നെ മുത്തശ്ശി, ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത്. ഘൃതിക എന്താണ് പറയുന്നത്? മുത്തശ്ശി, ഇത് ആരാണെന്ന് മനസ്സിലായോ? അപ്പം മുത്തശ്ശി പറയുന്നു ഇല്ല. ബാക്കി നമ്മൾ എഴുതണം. അപ്പം നമുക്കൊന്നും കൂടി ചിത്രം ഒന്ന് നോക്കാം. അപ്പോൾ ഇതിലേതാണ് ഘൃതിക എന്ന് കണ്ടുപിടിക്കുക. ദേ ഒരു കുട്ടിയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പം മുത്തശ്ശിയോട് ഘൃതിക പറഞ്ഞത് എന്താ? മുത്തശ്ശി, ഇതാരാണെന്ന് മനസ്സിലായോ എന്ന്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ഇല്ല എന്ന്. അപ്പോൾ എന്താവും ഘൃതിക പറഞ്ഞിട്ടുണ്ടാവുക? കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കിയേ. ഘൃതിക പറഞ്ഞിട്ടുണ്ടാവും ഇത് എൻ്റെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം മുത്തശ്ശി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? അതെയോ? അപ്പോൾ നമുക്കതവിടെ എഴുതിയാലോ. ഘൃതിക എന്താ പറഞ്ഞത്? ഇത് എൻ്റെ കൂട്ടുകാരിയാണ്. അപ്പം മുത്തശ്ശി പറഞ്ഞത് എന്താ? അതെയോ? ഇനി എന്താവും ഘൃതിക പറഞ്ഞിട്ടുണ്ടാവുക? ഘൃതിക പറഞ്ഞിട്ടുണ്ടാവും ഇവൾക്ക് കഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം മുത്തശ്ശി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? മുത്തശ്ശി പറഞ്ഞു എനിക്ക് ഒരുപാട് കഥകൾ അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇനി നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. എന്താ പറഞ്ഞത്? ഘൃതിക പറഞ്ഞു ഇവൾക്ക് കഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം മുത്തശ്ശി എന്താ പറഞ്ഞത്? എനിക്ക് ഒരുപാട് കഥകൾ അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇനി എന്താ മുത്തശ്ശിയോട് ഘൃതിക ചോദിച്ചിട്ടുണ്ടാവുക? ഘൃതിക ചോദിച്ചിട്ടുണ്ടാവും ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരുമോ? അപ്പം മുത്തശ്ശി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? അതിനെന്താ, പറഞ്ഞു തരാം. ഇനി നമുക്കതവിടെ ഒന്ന് എഴുതിയാലോ. ഘൃതിക പറഞ്ഞത് എന്താ? ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരുമോ എന്ന്. അപ്പം മുത്തശ്ശി എന്ത് പറഞ്ഞിട്ടുണ്ടാവും?
ആ അതിനെന്താ പറഞ്ഞു തരാം. അപ്പം നമുക്ക് സംഭാഷണം ഒന്നും കൂടി വായിച്ചു നോക്കിയാലോ. കൃതിക പറഞ്ഞു, മുത്തശ്ശി ഇത് ആരാണെന്ന് മനസ്സിലായോ? അപ്പം മുത്തശ്ശി എന്ത് പറഞ്ഞു? ഇല്ല. കൃതിക എന്ത് പറഞ്ഞു? ഇത് എൻ്റെ കൂട്ടുകാരിയാണ്. അപ്പം മുത്തശ്ശി പറഞ്ഞു, അതെയോ? അപ്പം കൃതിക പറഞ്ഞു എന്താ? ഇവൾക്ക് കഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം മുത്തശ്ശി പറഞ്ഞു, എനിക്ക് ഒരുപാട് കഥകൾ അറിയാം. അപ്പം കൃതിക പറഞ്ഞു, ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരുമോ? അപ്പം മുത്തശ്ശി എന്താ പറഞ്ഞത്? ആ അതിനെന്താ പറഞ്ഞു തരാം. ഓക്കെ കൂട്ടുകാരെ, കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ആശയങ്ങൾ വെച്ച് കൃതികയും മുത്തശ്ശിയും തമ്മിലുള്ള സംഭാഷണം എഴുതാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 8, നന്നായി വളരാൻ. നല്ല ആരോഗ്യത്തിന് നാം കഴിക്കേണ്ട ആഹാര സാധനങ്ങൾക്ക് ഈ കാണുന്ന ചിരിക്കുന്ന മുഖം വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ആഹാര സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് നല്ല ആരോഗ്യത്തിന് വേണ്ട ആഹാര സാധനങ്ങൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ചിരിക്കുന്ന മുഖം നമ്മൾ വരയ്ക്കണം. ഓക്കെ കൂട്ടുകാരെ, നമുക്കൊന്ന് നോക്കിയാലോ. ഇതിലേതൊക്കെയാണ് നല്ല ആരോഗ്യത്തിന് വേണ്ട ആഹാര സാധനങ്ങൾ? പാൽ നല്ല ആരോഗ്യത്തിന് വേണ്ടതാണ്. ഇനി അടുത്തത് എന്താണ്? കുട്ടയിലേതേ പഴവും ഓറഞ്ചും ആപ്പിളൊക്കെ ഇരിക്കുന്നു അല്ലേ? പഴക്കുട്ടയാണ്. അപ്പോൾ പഴങ്ങളാണ്. പഴങ്ങൾ എന്താണ്? നമുക്ക് നല്ല ആരോഗ്യത്തിന് വേണ്ടതാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ചിരിക്കുന്ന മുഖം വരയ്ക്കണം. പിന്നെ ഐസ്ക്രീം കൊടുത്തിട്ടുണ്ട്. ഐസ്ക്രീം നല്ല ആരോഗ്യത്തിന് വേണ്ടതാണോ? അല്ല അല്ലേ? അപ്പോൾ നമ്മൾ അതിനൊന്നും ചെയ്യേണ്ട. ഇനി അടുത്തത് എന്താണ്? പച്ചക്കറികളാണ് ഇരിക്കുന്നത്. അപ്പോൾ പച്ചക്കറികൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടതാണ് അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? അതിനെ ചിരിക്കുന്ന മുഖം വരയ്ക്കണം. ഇനി അടുത്തത് എന്താണ്? കുറച്ച് പലഹാരങ്ങളാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന പലഹാരങ്ങളാണ് അല്ലേ? അത് നല്ല ആരോഗ്യത്തിന് വേണ്ട പലഹാരങ്ങളാണോ? അല്ല അല്ലേ? അപ്പം നമ്മൾ അതിനെ ഒന്നും ചെയ്യേണ്ട. ഇനി നമുക്ക് അടുത്തത് എന്താണ്? 2 ചാക്കിലെ എന്തോ നിറച്ചിരിക്കുന്നുണ്ട്. എന്താണത്? ആ ചാക്കിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ. എന്തൊക്കെയാണ്? ഗോതമ്പും അരിയും നല്ല ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്ന ആഹാര സാധനങ്ങളാണ്. അപ്പോൾ അതിനെ നമുക്ക് ചിരിക്കുന്ന മുഖം വരയ്ക്കാം അല്ലേ? ഇനി എന്താണ് ആ പ്ലേറ്റിലിരിക്കുന്നത്? മുട്ടയും ഇറച്ചിയും മീനും. ഇത് നമ്മുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്ന ആഹാരമാണ്. അപ്പം നമുക്കതിന് ചിരിക്കുന്ന മുഖം വരയ്ക്കണം. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായോ? ചിരിക്കുന്ന മുഖം എവിടെയൊക്കെയാണ് വരയ്ക്കേണ്ടത്? പാല്, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അരി, ഗോതമ്പ്, മുട്ട, ഇറച്ചി, മീൻ എന്നിവയ്ക്ക് നമ്മൾ ചിരിക്കുന്ന മുഖം വരയ്ക്കണം. ഇതിലുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തതിനെ വട്ടത്തിലാക്കൂ. ഇവിടെ കുറച്ച് ആഹാര സാധനങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വട്ടത്തിലാക്കാൻ. അപ്പോൾ ഏതൊക്കെയാണ്? പഴങ്ങൾ തന്നിട്ടുണ്ട്, കൈതച്ചക്ക തന്നിട്ടുണ്ട്, പിന്നെ അതേപോലെ ബർഗർ തന്നിട്ടുണ്ട്, ആപ്പിൾ തന്നിട്ടുണ്ട്, ക്യാരറ്റ് തന്നിട്ടുണ്ട്. ഇതിലേതാണ് ഈ കൂട്ടത്തിൽ പെടാത്തത് ബർഗറാണ്. അപ്പം അതിനെ വട്ടം വരയ്ക്കണം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്താണ്? നല്ല ആരോഗ്യത്തിന് വേണ്ട ആഹാര സാധനമാണ്. ബർഗർ നല്ല ആരോഗ്യത്തിന് വേണ്ട ആഹാര സാധനമല്ല. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 9, കഥ എഴുതാം. അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്താണ് ആ ചിത്രം? ആ ചിത്രം നോക്കി നമുക്ക് ഒരു കഥ എഴുതാം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ആ ചിത്രം എന്താണ്? ഒരു കുട്ടി ഒരു പെൻസിൽ വരയ്ക്കുകയാണ് അല്ലേ? ആ പെൻസിലിന് എന്ത് വരയ്ക്കുന്നുണ്ട്? ചിറക് വരയ്ക്കുന്നുണ്ട്. കുട്ടി എവിടെയാണ് വരയ്ക്കുന്നത്? അത് വീടിൻ്റെ ചുമരിലാണ് ആ കുട്ടി ആ ചിത്രം വരയ്ക്കുന്നത്. പെൻസിലിൻ്റെ ചിത്രമാണ്. ചിത്രത്തിന് എന്തുണ്ട്? ചിറകുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ചിത്രം. ഈ ചിത്രത്തിന് അനുയോജ്യമായ കഥ ഉണ്ടാക്കി എഴുതാനാണ് പറയുന്നത്. എന്താവും കഥ? കൂട്ടുകാരുടെ മനസ്സിൽ വരുന്നൊരു കഥ ഒന്ന് പറഞ്ഞു നോക്കി. ഒരിക്കൽ ഒരു കുട്ടിക്ക് ഒരു മാന്ത്രിക ബ്രഷ് സമ്മാനമായി കിട്ടി. അവൾ അത് ഉപയോഗിച്ച് അവളുടെ വീടിൻ്റെ ചുമരിൽ ഒരു പറക്കുന്ന പെൻസിൽ വരച്ചു. പെട്ടെന്ന് പെൻസിൽ ചുമരിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവൾ അതിൽ കയറിയിരുന്ന് ആകാശത്തിലൂടെ പറക്കാൻ തുടങ്ങി. അവൾക്ക് ആകാശത്തിലെ കാഴ്ചകൾ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇതിൽ നിന്നുള്ള അടുത്തൊരു ചോദ്യം, കഥയ്ക്ക് അനുയോജ്യമായ തലക്കെട്ട് നൽകൂ. എന്ത് തലക്കെട്ടാണ് നൽകുക? നമുക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് നൽകാം. ഈ കഥയ്ക്ക് നൽകുന്ന തലക്കെട്ട് പറക്കുന്ന പെൻസിൽ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.